കൂട്ടുകാരെ, അടുത്ത കഥ സ്വർണ്ണക്കോടാലി. പണ്ടൊരു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട വിറക് വെട്ടുകാരൻ ജീവിച്ചിരുന്നു. അവന് ഒരു നല്ല കുടുംബവും ഉണ്ടായിരുന്നു. അവൻ്റെ കുടുംബത്തെ സന്തോഷമായി നോക്കാൻ വേണ്ടി അവൻ ഒരുപാട് കഷ്ടപ്പെട്ടു. സമയവും കാലവും നോക്കാതെ കാട്ടിലേക്ക് പോയി വിറക് വെട്ടി അത് കൊണ്ടുവന്ന് ചന്തയിൽ വിറ്റ് അതിൽ കിട്ടുന്ന വരുമാനത്തിൽ തൻ്റെ കുടുംബം അവൻ പോറ്റി വന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം കാട്ടിൽ ഒരു മരത്തിന് മുകളിൽ കയറിയിരുന്ന് ഒരു മരത്തിന്റെ ചില്ല വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ കോടാലി അറിയാതെ ആറ്റിൽ വീണുപോയി. ഒരുപാട് സമയം തേടിയിട്ടും അവന്റെ കോടാലി അവന് കിട്ടിയില്ല. ഒരുപാട് ആഴത്തിൽ പോയി മുങ്ങി തപ്പി നോക്കിയിട്ടും അവൻ ആ കോടാലി കിട്ടിയതേയില്ല. തനിക്ക് സഹായമായിരുന്ന ആ കോടാലി പോയതോർത്ത് സുഭയ്യ വല്ലാതെ വിഷമിച്ചു. കോടാലിയില്ലാതെ വീട്ടിലേക്ക് പോയാൽ തൻ്റെ കുടുംബം മുഴുവൻ കഷ്ടപ്പെടും. ഇതിനെക്കുറിച്ചൊക്കെ ഓർത്ത് വിഷമിച്ച സുഭയ്യ കണ്ണ് മൂടിക്കൊണ്ട് വനദേവതയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദേവി, എൻ്റെ കോടാലി എനിക്ക് തിരികെ തരണം എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചു. ഉടൻ തന്നെ അവൻ്റെ എതിരിൽ വനദേവത പ്രത്യക്ഷപ്പെട്ടു. അവൻ്റെ മുന്നിൽ വന്നു നിന്ന വനദേവതയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവൾ വെള്ളത്തിലേക്ക് മുങ്ങി ഒരു സ്വർണ്ണ കോടാലി എടുത്തുകൊണ്ടുവന്ന് അവൾ സുബ്ബയ്യയോട്, ഭക്ത, ഈ സ്വർണ്ണ കോടാലി നിന്റേതാണോ എന്ന് ചോദിച്ചു. അതിന് സുബ്ബയ്യ ഇത് എന്റേതല്ല എന്നുത്തരം പറഞ്ഞു. അപ്പോൾ വനദേവത വീണ്ടും വെള്ളത്തിലേക്ക് മുങ്ങി ഒരു വെള്ളിക്കോടാലി എടുത്തുകൊണ്ടുവന്നു. അത് സുബ്ബയ്യയെ കാണിച്ചിട്ട്, ഈ കോടാലി നിന്റേതാണോ എന്ന് ചോദിച്ചു. അല്ല ദേവി, ഇതും എന്റേതല്ല എന്ന് സുബ്ബയ്യ വിഷമത്തോടെ മറുപടി പറഞ്ഞു. അത് കേട്ട വനദേവത ആറ്റിലേക്ക് വീണ്ടും മുങ്ങി. കുറെ സമയം കഴിഞ്ഞിട്ടും വനദേവത പുറത്തേക്ക് വന്നില്ലല്ലോ എന്നോർത്ത് സുബ്ബയ്യ ഒരുപാട് വിഷമിച്ചു. ഇത്തവണ വനദേവത ഒരു സാധാരണ കോടാലി എടുത്തുകൊണ്ടുവന്ന് ചോദിച്ചു, ഇതല്ലേ നിന്റെ കോടാലി എന്ന്. അപ്പോൾ സുബ്ബയ്യ വളരെ സന്തോഷത്തോടു കൂടി കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ഇത് തന്നെയാണ് എൻ്റെ കോടാലി. അതിന് ആ വനദേവത സുബ്ബയ്യയുടെ സത്യസന്ധത മനസ്സിലാക്കി വളരെ സന്തോഷത്തോടു കൂടെ ഇതിനു മുൻപേ കൊണ്ടുവന്ന സ്വർണ്ണക്കോടാലി വെള്ളിക്കോടാലിയും എല്ലാം ഒരുമിച്ച് അവന് തന്നെ കൊടുത്തു. നിന്റെ സത്യസന്ധത എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇതെല്ലാം നീ തന്നെ വെച്ചോളൂ, സന്തോഷായിട്ട് ജീവിക്ക് എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് വനദേവത പോയി. സുബ്ബയ്യ ആ 3 കോടാലിയും എടുത്തുകൊണ്ട് വനത്തിലൂടെ നടന്നുപോയി. സുബ്ബയ്യ ഈ കോടാലികളെല്ലാം കൊണ്ടുപോകുന്നത് രാജയ്യ എന്നു പേരുള്ള ഗ്രാമത്തലവൻ കണ്ടു. ഇതെന്താ, ഒരു സാധാരണ വിറക് വെട്ടുകാരന്റെ കയ്യിൽ സ്വർണവും വെള്ളിയുമോ? സുബ്ബയ്യ, ഇതൊക്കെ നിനക്ക് എവിടുന്ന് കിട്ടി എന്ന് ചോദിച്ച ഗ്രാമത്തലവനോട് സുബ്ബയ്യ സംഭവിച്ചതെല്ലാം പറഞ്ഞു. ഇത് കേട്ട ഉടൻ രാജയ്യയ്ക്ക് അത്യാഗ്രഹം മൂത്തു. ഉടൻ തന്നെ തൻ്റെ പക്കലുള്ള സാധാരണ കോടാലിയും എടുത്തുകൊണ്ട് കാട്ടിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന ആറ്റിലേക്ക് കോടാലി വലിച്ചു എറിഞ്ഞുകൊണ്ട് വനദേവതയോട് പ്രാർത്ഥിച്ചു. വനദേവത കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ വനദേവതയോട് രാജയ്യ, മാതേ, എൻ്റെ കോടാലി വെള്ളത്തിൽ വീണു, എനിക്കത് എടുക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചു. ശരി എന്ന് പറഞ്ഞ് ദേവത വെള്ളത്തിലേക്ക് മുങ്ങി. മുൻപ് ചെയ്തതുപോലെ തന്നെ ഒരു സ്വർണ്ണ കോടാലി എടുത്തുകൊണ്ടുവന്നു. രാജയ്യ, ഇതാണോ നിന്റെ കോടാലി എന്ന് ചോദിച്ചു. ഗ്രാമത്തലവന് ആ സ്വർണ്ണ കോടാലി കണ്ട ഉടനെ അത്യാഗ്രഹം തലക്ക് പിടിച്ചു. ഉടൻ തന്നെ ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ, അതേ മാതേ, അതെന്റേതാണ് എന്ന് കള്ളം പറഞ്ഞു. രാജയ്യ പറഞ്ഞത് കേട്ടപ്പോൾ വനദേവതയ്ക്ക് ദേഷ്യം വന്നു. ഉടൻ തന്നെ രാജയ്യയോട്, നീ എന്നോട് തന്നെ കള്ളം പറയുന്നോ? ഇതിനുള്ള പാഠം നിന്നെ ഞാൻ പഠിപ്പിക്കും എന്നും പറഞ്ഞ് മറഞ്ഞുപോയി ആ വനദേവത. ആ ഗ്രാമത്തലവന് സ്വർണ്ണക്കോടാലിയും കിട്ടിയില്ല, തൻ്റെ കയ്യിലുള്ള സാധാരണ കോടാലിയും കിട്ടിയില്ല. അതുകൊണ്ട് എപ്പോഴും സത്യം മാത്രമേ പറയാവൂ, അതിനുള്ള ഫലം തീർച്ചയായും കിട്ടും. അതുകൊണ്ട് ഏതൊരു സന്ദർഭത്തിലും സത്യസന്ധത പാലിക്കണം. കള്ളം പറഞ്ഞാൽ കയ്യിലുള്ളതും ഇല്ലാതാവും. ഈ കഥ ഇഷ്ടമായാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ കൂട്ടുകാരെ. ഓക്കേ, ബൈ.